നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എല്ലാ ജ്യോതിഷ പ്രേമികൾക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീമമായ ശ്രേഷ്ഠമായ സുസ്വാഗതം. രസകരമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഗർഭിണികൾക്ക് വ്രതമെടുക്കാൻ പറ്റുമോ? വ്രതമെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കും സത്യത്തിൽ. പക്ഷെങ്കിൽ ഗർഭിണികൾക്കും വ്രതം എടുക്കാം. ഇതൊരു കുഴയ്ക്കുന്ന ചോദ്യമായപ്പോയല്ലോ. ആര് ചോദിച്ചാൽ എന്നെ ഉന്നയിച്ചി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ. ഗർഭിണികൾക്ക് സാമാന്യ ആചാര്യന്മാരൊക്കെ പറയുന്നത് 7 മാസം വരെ വ്രതം എടുക്കാമെന്നാണ് പറയുന്നത്. സത്യവുമായിട്ട് അതിനൊരു പ്രത്യേകതയും പറയുന്നുണ്ട്. അവരുടെ ആരോഗ്യമോ ശാരീരിക സംബന്ധമായിട്ടുള്ള വിഷയം മനസ്സിലാക്കി വേണം ഗർഭിണിയായ ഒരു സ്ത്രീ വ്രതം എടുക്കാൻ. ഒരു ഗർഭിണിയായ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരാളല്ല, 2 പേരാണ് അല്ലേ. ഉള്ളിൽ ഒരാളൂടുണ്ട്. ആളിനെ സംരക്ഷിച്ചുകൊണ്ട് വ്രതം എടുക്കാം. ഇപ്പം ഞാനൊരാളോട് പറയാം, നല്ല ഒരു 540 ഷുഗർ കൊണ്ട് 3 എന്താ ഷുഗർ അങ്ങനല്ലേ, ഷുഗറിന് ഈ ഒരു സാധനം ഉണ്ടല്ലോ എടുക്കുന്ന ഇഞ്ചക്ഷൻ, ഇൻസുലിൻ. 3 വട്ടം ഇൻസുലിൻ എടുക്കുന്ന ഒരാളിനോട് ഞാൻ ശബരിമലയിലെ ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ട് ആ കയറ്റവും കറങ്ങി സ്വാമി അയ്യപ്പനെ പോയി കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ? ഒരിക്കലുമല്ല. അങ്ങനെ അവിടെ നടന്ന് ചെല്ലുമ്പോഴത്തേക്ക് സ്വാമിയൊക്കെ വിളിച്ചൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ശരിയായിരിക്കും, ഇച്ചിരി പൗറൊക്കെ ഉണ്ടാവും. ഈ ഷുഗറും പിടിച്ച് മനുഷ്യൻ പമ്പ കഴിച്ചിട്ട് കാള കെട്ടിയല്ല, പിന്നെ കരിമലയല്ല, നീലിമലയല്ല, ശബരിമല പോലും കയറത്തില്ല. തിരിച്ചു പോരേണ്ടി വരത്തില്ല, അങ്ങ് കയറേണ്ടി വരത്തില്ല. അപ്പൊ എന്താ, അവനവന്റെ ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് എന്നും പറഞ്ഞിട്ട് മത്സ്യവും മദ്യവും മാംസവും ഒക്കെ ഉപയോഗിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അതിനുള്ള ആഹാരം കഴിച്ചുകൊണ്ട് നമുക്ക് വ്രതം എടുക്കാം. ഏത് വ്രതത്തിനും അവനവന്റെ ശരീരത്തിനൊത്ത വ്രതം വേണം എടുക്കാൻ. ഇപ്പം ഗർഭിണിയുടെ കാര്യം പറഞ്ഞല്ലോ, പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ അവസ്ഥ ഉണ്ടാക്കിയെടുക്കരുത് എന്ന് മാത്രമേ ഇപ്പം അല്ല പറയണ. തടിയൂർ കലേഷ് കുമാർ പറഞ്ഞു, ഗർഭിണിയായാലും വ്രതമെടുത്തു, അപ്പൊ ഒരു ജീവൻ നഷ്ടപ്പെടുകയാണ്. അപ്പൊ അതാണ് ആദ്യം ഞാൻ പറഞ്ഞത്. ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് ഏകാദശിയൊക്കെ ഒരിക്കലെടുത്ത് മാത്രമേ ചെയ്യാവുന്ന ഈശ്വരൻ ഒരു കൃഷ്ണനും പറയുന്നില്ല. കൃഷ്ണൻ പറയുന്ന ഒരു വാക്കാണ്. ഉദ്ധവർ എന്ന് പറയുന്ന സതീർത്ഥ്യനായിരുന്നു കൃഷ്ണന്റെ. കുചേലന്റെ കൂട്ടുള്ള സതീർത്ഥ്യനായ ഉദ്ധവരോട് ഉദ്ധവ ഉവാച എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഭാഗവത്തിൽ പറയുന്നുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കൃഷ്ണ, അങ്ങയെ പ്രസാദിപ്പിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട്, എന്നെ പ്രസാദിപ്പിക്കണ ഒരു പൂജ കൊണ്ടോ ഹോമം കൊണ്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട. അചഞ്ചലമായ ഭക്തി, ഉള്ളിലുള്ള ഭക്തി, ഉള്ളിലുള്ള സ്നേഹം, എന്നോടുള്ള പ്രേമം, എന്നോടുള്ള ഇഷ്ടം എത്രയും കൂടുന്നോ, ഞാൻ വൈകുണ്ഠത്തിൽ എത്ര രീതിയിൽ കിടന്ന് ലക്ഷ്മി ദേവിയുടെ കിടന്നാലും ഞാൻ എപ്പോഴും എൻ്റെ ഭക്തന്റെ മനസ്സിലാണ് എന്ന് പറയുന്നുണ്ട്. അചഞ്ചലമായിട്ടുള്ള ഭക്തിയുള്ള ആളിന്റെ മനസ്സിലായിരിക്കും. അതുകൊണ്ട് ഭക്തിപൂർവം മാത്രം വ്രതമെടുക്കാം. എല്ലാ വൈറ്റമിൻസും കഴിച്ചുകൊണ്ട്, മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചുകൊണ്ട്, കിട്ടേണ്ട ഭക്ഷണങ്ങൾ 4 നേരവും ഉപയോഗിച്ചുകൊണ്ട് വ്രതമെടുക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. പ്രാർത്ഥനകൾ ചൊല്ലാം. അവനവന്റെ ആരോഗ്യം നോക്കിയിട്ട് മാത്രം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രമാണം തന്നെ ആചാര്യന്മാർ പറയുന്നുണ്ട്, ഋഷിമാർ പറയുന്നുണ്ട്. ആചാര്യന്മാരിലെ ഋഷിമാർ തന്നെ പറയുന്നുണ്ട്. ഗർഭിണിയായിരുന്ന ചരിത്രം പറയാൻ സമയമില്ല. കഥകളൊക്കെ നമുക്ക് പിന്നീട് മറ്റൊക്കെ എപ്പിസോഡിൽ പറയാം. കഥകളിൽ തന്നെ പറയുന്നുണ്ട്, ഗർഭിണിയായിരുന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ കേൾക്കുകയും ശ്രവണം, കീർത്തനം, മറ്റു കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ കുട്ടിക്ക് തന്നെ നല്ലതാണെന്നല്ലേ. ഭക്തി ഉണ്ടാക്കിയെടുക്കുക, ക്ഷേത്രത്തിലെ കാര്യങ്ങൾ കേൾക്കുക, ഉത്തമമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക,
വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക, സന്തോഷിക്കാൻ ശ്രമിക്കുക. ഏതിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നോ, ഏതിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നോ ആ സന്തോഷമായ രീതിയിൽ പിന്നെ മുന്നോട്ട് പോവുക. ഏതിൽ നിന്നാ ഞാൻ പറഞ്ഞത്, ഏതിലും. അതാണ് ഒരു ഗർഭിണി ചെയ്യേണ്ടതായിട്ടുള്ളൊരവസ്ഥ. അതുകൊണ്ട് ഭക്തി വേണ്ടെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്, അചഞ്ചലമായ ഭക്തി. ഈശ്വരൻ നമ്മുടെ മനസ്സിലാണെന്നേ, അവിടാണ് വെറുതെ ഇരിക്കുക. ആഹാര കാര്യത്തിൽ മാത്രം ഒരല്പം പച്ചക്കറിക്കകത്തില്ല വൈറ്റമിൻസ് ഇഷ്ടംപോലുള്ള സാധനമാണ്. മുരിങ്ങയ്ക്കൊക്കെ എന്തോ സാധനമാണെന്നറിയോ, മുരിങ്ങയ്ക്ക, അതുപോലെ കുമ്പളങ്ങ, എല്ലാം വെള്ളം ചേർന്നിരിക്കുന്ന സാധനമാണ്. ഈ ഒരു സമയത്തൊക്കെ കുമ്പളങ്ങയൊക്കെ നല്ല നെയ്ക്കുമ്പളങ്ങ എന്ന് പറയുന്ന സാധനം ഞങ്ങളൊക്കെ കുരുതി കഴിക്കാനും തീർപ്പ് കൽപ്പിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന പൂജയ്ക്കുള്ള കുമ്പളങ്ങയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്തോ നല്ല സാധനങ്ങളാണെന്നറിയാം. നിങ്ങളിപ്പോൾ ഈ വഴിയോരത്ത് വിൽക്കുന്നതായിട്ടുള്ള പേട്ടുമാങ്ങ മേടിച്ച് കഴിക്കാതെ കുമ്പളങ്ങ കഴിച്ചു നോക്ക്. ഈ കുമ്പളങ്ങ എന്ന് പറയുന്ന സാധനം വർഷങ്ങളോളം കിടക്കുന്ന സാധനമാണ്. പഴയ കൃഷിയുള്ള അച്ഛനപ്പൂപ്പന്മാരോ മുത്തച്ഛന്മാരോ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കൂ. ദാഹശമനിയാണ്. പക്ഷേ ശരീരത്തിനൊക്കെ ഉത്തേജനം പകരുന്ന സാധനമാണ് കുമ്പളങ്ങ എന്ന് പറയുന്നത്. ശരീരമാണെന്നാണ് ആചാര്യന്മാർ പോലും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടല്ലേ അത് മുറിച്ച് കുരുതി കഴിച്ച്, കുരുതി എന്നൊക്കെ ആൾക്കാർ വിചാരിക്കുന്നത് വേറെ പിന്നെ മൃഗങ്ങളെയൊക്കെ ഒന്നുമല്ല കേട്ടോ, അതൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഗർഭിണികൾക്കും വ്രതമെടുക്കാം. അചഞ്ചലമായ ഭക്തിയോടുകൂടി ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വാക്കുകൾ അതാണ് ഞാൻ പറഞ്ഞത്. ഉദ്ധവരോട് പറഞ്ഞതാണ്, എന്നെ ഏത് രൂപേണയും വിളിക്കാം, എന്നെ ഏത് രീതിയിലും സ്നേഹിക്കാം. അങ്ങനെ നിങ്ങളൊന്ന് സ്നേഹിച്ചു നോക്കൂ ഭഗവാനെ, അല്ലെ ഭഗവതിയെ ഒന്ന് സ്നേഹിച്ചു നോക്കൂ. ആ സമയത്ത് അസൂയയും കുശുമ്പും മറ്റു കാര്യങ്ങളും ഒന്നും, മറ്റുള്ളവരുടെ ദൂഷ്യങ്ങളൊന്നും പറയാതെ അവനവൻ്റെ ഉദരത്തിൽ കിടക്കുന്ന കുട്ടി എൻ്റെ രക്തമാണ്, എൻ്റെതാണെന്നുള്ള ഉദ്ദേശത്തോടു കൂടി സസൂക്ഷ്മം കാര്യങ്ങൾ നീക്കിയ ഔഷധവും വ്രതങ്ങളും മറ്റു കാര്യങ്ങളും എടുത്തു മുന്നോട്ട് പോയ സൽസന്താനങ്ങളും ഉത്തമ ബുദ്ധിയുള്ള സന്താനങ്ങളും ഒരു വൈകല്യാവസ്ഥയില്ലാത്തുള്ള സൽസന്താനങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചോദിച്ചിരിക്കുന്ന ചേച്ചിക്കും ഏറ്റവും നന്മയും ഐശ്വര്യവും സൽസന്താനവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മൾ തമ്മിൽ കാണുന്നവരെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ കടപ്പാടും.